إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 62ാമത്തെ ആയത്തിന്റെ 6ാമത്തെയും അവസാനത്തെയും ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാബിഈൻ, നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്വാറാക്കളും സ്വാബികളും, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, എന്നാൽ അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ടായിരിക്കും, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ അല്ലാഹു പറഞ്ഞ വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്വാറാക്കളും സ്വാബീകളും ഇവരെ കുറിച്ചൊക്കെ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തതാണ്. ഇന്ന് ഈ ആയത്തിന്റെ മൊത്തം വിവക്ഷയായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഏതാനും കാര്യങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തിന്റെ 1ാമത്തെ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ച വിഷയമാണ്, ഈ ആയത്ത് പല സന്ദർഭങ്ങളിലുമായി ചില തൽപര കക്ഷികൾ സർവമത സത്യവാദത്തിന് തെളിവായിക്കൊണ്ട് ഈ ആയത്ത് ദുരുപയോഗം ചെയ്യാറുണ്ട്. ഷഹാദത്ത് കലിമ ചൊല്ലാത്ത ഒരു മുസ്ലിമാണെങ്കിൽ പോലും ദൈവത്തിലുള്ള വിശ്വാസവും കേവലമായ നല്ല പ്രവർത്തനങ്ങളുമുണ്ട് എങ്കിൽ ഇത്തരം ആളുകൾ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഏറെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ പോലെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് മുമ്പുള്ള എല്ലാ ഉമ്മത്തിലെയും സത്യവിശ്വാസികളെ കുറിച്ചാണ്, ആ സത്യവിശ്വാസികളായ അവരിലെ പൊതുജനങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിലെ മൊത്തം ഉദ്ദേശമെന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ 5 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. യഹൂദികളിൽ നിന്നും നസ്വാറാക്കളിൽ നിന്നും സ്വാബികളിൽ നിന്നും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് ശേഷമുള്ള സത്യവിശ്വാസികളിൽ നിന്നും യഥാർത്ഥ ആദർശം മുറുകെ പിടിച്ച ശരിയായ സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് ഇവിടെ ഈ ആയത്ത് ചർച്ച ചെയ്യുന്നത്. അതായത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസവും അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും ഒത്തുചേർന്ന, അള്ളാഹു കൽപ്പിക്കപ്പെട്ടത് നിർവഹിക്കുകയും വിലക്കപ്പെട്ടത് വിരോധിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടെന്നാണ്, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഇവിടെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ആളുകൾ ഭയപ്പെടുകയില്ല, ദുഃഖിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. ഈ രൂപത്തിലുള്ള വ്യാഖ്യാനമാണ് ഏറ്റവും സ്വീകാര്യമായത്, ഏറ്റവും പ്രബലമായത് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുകൂടി പണ്ഡിതന്മാര് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുകയാണ്, ഈ ആയത്തിൽ വന്ന പദപ്രയോഗം അറിയിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് മുമ്പ് ഈ ആയത്തിൽ പറഞ്ഞ വിശേഷണങ്ങൾ സ്വീകരിച്ചവരെ കുറിച്ചാണ് ഈ ആയത്തിൽ വന്ന പദപ്രയോഗം അറിയിക്കുന്നത് എന്നാണ്. അതുപോലെ ഈ ആയത്തിന്റെ സന്ദർഭം അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ജൂതന്മാർക്കിടയിലെ ഗുരുതരമായ തെറ്റുകൾ ചെയ്തവരെ വളരെ ഗൗരവത്തോടുകൂടി ആക്ഷേപിക്കുകയും എന്നാൽ അവർക്കിടയിലെ പ്രശംസ അറിയിക്കുന്നവരെ വേർതിരിച്ചു കാണിക്കുകയാണ് ഇവിടെ ഈ ആയത്ത് ചെയ്യുന്നത്. അങ്ങനെ വളരെ വ്യക്തമായി അവരിൽ ആക്ഷേപിക്കപ്പെടേണ്ടവരും അതുപോലെ തന്നെ പ്രശംസിക്കപ്പെടേണ്ടവരും ഉണ്ട് എന്ന് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. കാരണം എന്താ സഹോദരങ്ങളെ? കാരണം ഈ ആയത്തിന് മുമ്പും അതുപോലെ തന്നെ ഈ ആയത്തിന്റെ ശേഷവും വേദക്കാരിൽ പാപം ചെയ്ത ആളുകളുടെ പാപങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിരൂക്ഷമായി വിമർശിക്കുന്നത്. ഈ അഭിപ്രായമാണ് സഹോദരങ്ങളെ നമുക്ക് പൂർവികരിൽ നിന്ന് ഏറ്റവും സ്വീകാര്യമായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ
ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആയത്തിന്റെ സബബുൻ നുസൂല്, അതായത് ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ജീവിച്ചു മരിച്ച ആളുകളെ കുറിച്ച് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. അതല്ലാതെ മജൂസികളിലെയും മുശ്രിക്കുകളെയും പോലെ തീർത്തും കാഫിറുകളായ ആളുകളെ കുറിച്ചല്ല ഇവിടെ മഹാനായ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. മറിച്ച് അവരിലെ ശരിയായ വിശ്വാസമുണ്ടായിരുന്ന ആളുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദ്യം ഉന്നയിച്ചത്. തൗറാത്തും ഇഞ്ചീലും ദുർബലപ്പെടുകയും അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് ആ വേദഗ്രന്ഥങ്ങളിൽ അടങ്ങിയ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ആളുകൾ തീർച്ചയായും അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമുണ്ടായിരിക്കുമെന്നാണ് ഇവിടെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഈ ആളുകളുടെ സ്വഭാവമായിക്കൊണ്ട്, അതായത് നേർമാർഗത്തിൽ നിലകൊള്ളുന്ന വേദക്കാരിലുള്ള ഒരു സമൂഹത്തെക്കുറിച്ച് അവരുടെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്താ? യത്ലൂന ആയാത്തില്ലാഹി ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ. രാത്രി സമയങ്ങളിൽ സുജൂദിൽ അഥവാ നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു എന്നാണ്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവരാണ്. വയുസാരിഊന ഫിൽ ഖൈറാത്ത്. അവർ നല്ല കാര്യങ്ങളിൽ അത്യുത്സാഹം കാണിക്കുകയും ചെയ്യും. വൗലായിക മിനസ് സ്വാലിഹീൻ. അവർ സജ്ജനങ്ങളിൽപ്പെട്ടവരാകുന്നു, സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിലെ 113, 114 ആയത്തുകളിലായി നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ആയത്ത് പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സത്യവിശ്വാസികളെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുണ്ടായിരുന്ന അതേ വിശ്വാസമുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളും അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന സന്തോഷവാർത്തയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏതെങ്കിലും ഒരു ജൂതനോ ക്രൈസ്തവനോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾ അവർ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, അതിന്റെ ആവശ്യമില്ല എന്നല്ല സഹോദരങ്ങളെ ഇവിടെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ ആയത്തിന്റെ തഫ്സീറായിക്കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.